ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോറിന്തോസ് 9-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി താൻ കോറിന്തോസുകാർക്ക് എഴുതേണ്ടതില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. വിശുദ്ധർക്ക്, ബി. അപ്പസ്തോലന്മാർക്ക്, സി. ദൈവത്തിന്, ഡി. യേശുക്രിസ്തുവിന്. ഉത്തരം എ. വിശുദ്ധർക്ക്. ചോദ്യം 2. മക്കെദോനിയക്കാരോട് കഴിഞ്ഞ വർഷം മുതൽ ആര് തയ്യാറായിരിക്കുകയാണെന്നാണ് സ്ലീഹ പ്രശംസിച്ച് പറഞ്ഞത്? എ. ഏഷ്യാക്കാർ, ബി. എഫേസോസുകാർ, സി. അക്കായിയാക്കാർ, ഡി. റോമാക്കാർ. ഉത്തരം സി. അക്കായിയാക്കാർ. ചോദ്യം 3. കോറിന്തോസുകാരുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് എന്ത് നൽകിയിട്ടുണ്ട് എന്നാണ് സ്ലീഹ പറയുന്നത്? എ. വിശ്വാസം, ബി. പ്രതീക്ഷ, സി. ഉത്തേജനം, ഡി. ശക്തി. ഉത്തരം സി. ഉത്തേജനം. ചോദ്യം 4. കോറിന്തോസുകാരുടെ തീഷ്ണതയെക്കുറിച്ചുള്ള അപ്പസ്തോലന്മാരുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്നത് ആരെയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. മക്കെദോനിയക്കാരെ, ബി. സുവിശേഷ പ്രഘോഷകരെ, സി. സഹോദരന്മാരെ, ഡി. സ്ലീഹന്മാരെ. ഉത്തരം സി. സഹോദരന്മാരെ. ചോദ്യം 5. കോറിന്തോസുകാരെ ഒരുക്കമില്ലാത്തവരായി കണ്ടാൽ അവരിൽ വിശ്വാസമർപ്പിച്ച അപ്പസ്തോലന്മാർ ആരുടെ മുമ്പിൽ അപമാനിതരാകും എന്നാണ് സ്ലീഹ പറയുന്നത്? എ. മക്കെദോനിയക്കാരുടെ, ബി. എഫേസോസുകാരുടെ, സി. റോമാക്കാരുടെ, ഡി. ഏഷ്യാക്കാരുടെ. ഉത്തരം എ. മക്കെദോനിയക്കാരുടെ. ചോദ്യം 6. കോറിന്തോസുകാർ വാഗ്ദാനം ചെയ്ത സംഭാവന അപ്പസ്തോലന്മാരുടെ നിർബന്ധം മൂലമല്ല, കോറിന്തോസുകാരുടെ എന്തുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത്? എ. കാരുണ്യം, ബി. സന്മനസ്, സി. നന്മ, ഡി. ഉത്സാഹം. ഉത്തരം ബി. സന്മനസ്. ചോദ്യം 7. ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? എ. സന്തോഷപൂർവ്വം നൽകുന്നവനെ, ബി. സമൃദ്ധമായി നൽകുന്നവനെ, സി. താൽപ്പര്യപൂർവ്വം നൽകുന്നവനെ, ഡി. സ്നേഹപൂർവ്വം നൽകുന്നവനെ. ഉത്തരം എ. സന്തോഷപൂർവ്വം നൽകുന്നവനെ. ചോദ്യം 8. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എന്ത് സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം? എ. സമ്പത്ത്, ബി. ഐശ്വര്യം, സി. ആരോഗ്യം, ഡി. അനുഗ്രഹങ്ങൾ. ഉത്തരം ഡി. അനുഗ്രഹങ്ങൾ. ചോദ്യം 9. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. അവൻ ആർക്കാണ് ദാനം ചെയ്തത്? എ. പാപികൾക്ക്, ബി. ദരിദ്രർക്ക്, സി. സ്വന്തം ജനത്തിന്, ഡി. രോഗികൾക്ക്. ഉത്തരം ബി. ദരിദ്രർക്ക്. ചോദ്യം 10. ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കും. എന്തിനു വേണ്ടി? എ. നിങ്ങൾ സന്തോഷിക്കാൻ, ബി. നിങ്ങൾ തൃപ്തരാകാൻ, സി. നിങ്ങൾ ഉദാരശീലരാകാൻ, ഡി. നിങ്ങൾ സുവിശേഷ പ്രഘോഷകരാകാൻ. ഉത്തരം സി. നിങ്ങൾ ഉദാരശീലരാകാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 11. ഉദാരശീലരാകാൻ വേണ്ടി ദൈവം കോറിന്തോസുകാരെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കും. അത് അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിന് എന്തായി പരിണമിക്കും? എ. കൃതജ്ഞതാസ്തോത്രമായി, ബി. വിശ്വാസ പ്രഘോഷണമായി, സി. സുവിശേഷ പ്രഘോഷണമായി, ഡി. ആരാധനയായി. ഉത്തരം എ. കൃതജ്ഞതാസ്തോത്രമായി. ചോദ്യം 12. വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുക കൂടി ചെയ്യുന്നതെന്ത്? എ. സേവനത്തിൻ്റെ ശുശ്രൂഷ, ബി. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ, സി. സഹനത്തിൻ്റെ ശുശ്രൂഷ, ഡി. അനുഗ്രഹങ്ങളുടെ ശുശ്രൂഷ. ഉത്തരം എ.
സേവനത്തിൻ്റെ ശുശ്രൂഷ. ചോദ്യം 13. ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ എന്തിനെപ്പറ്റി ബോധ്യപ്പെട്ടാണ് അവർ ദൈവത്തെ സ്തുതിക്കുക? എ. വിശ്വാസത്തെപ്പറ്റി. ബി. സ്നേഹത്തെപ്പറ്റി. സി. ശുശ്രൂഷയെപ്പറ്റി. ഡി. ഉത്സാഹത്തെപ്പറ്റി. ഉത്തരം സി. ശുശ്രൂഷയെപ്പറ്റി. ചോദ്യം 14. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്ത് നിമിത്തമാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക? എ. വിശ്വാസം. ബി. ദൈവകൃപ. സി. ജ്ഞാനം. ഡി. ഉത്സാഹം. ഉത്തരം ബി. ദൈവകൃപ. ചോദ്യം 15. പൂരിപ്പിക്കുക. അവർണ്ണനീയമായ ഈ ഡാഷിന് സ്തുതി. എ. അനുഗ്രഹത്തിന്. ബി. ദാനത്തിന്. സി. കാരുണ്യത്തിന്. ഡി. സ്നേഹത്തിന്. ഉത്തരം ബി. ദാനത്തിന്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.